ഏറ്റവും യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. എക്സാം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂയിലൂടെ ജോബ് നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. ടോട്ടലി 14 വേക്കൻസികളാണ് ഉള്ളത്. ഇതിന് 14 ഇങ്ങനെ OBC ST അങ്ങനെ തിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 45 വയസ്സിന് താഴോട്ടുള്ള എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഏതാണ് കാറ്റഗറി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് വുമൺ ഡിപ്പാർട്ട്മെൻറ്റ് കോഓപ്പറേഷൻ ലിമിറ്റിൻ്റെ കീഴിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ടോട്ടലി 14 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. MBA ഫിനാൻസ്, MCom ഫിനാൻസ് കംപ്ലീറ്റ് ആയവർക്ക് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം എക്സ്പീരിയൻസ് വന്നിട്ടെന്ന് പറഞ്ഞാൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരിക്കണം. ബാങ്കിങ്, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടലി 14 വേക്കൻസിയാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഓപ്പൺ സീറ്റ് 6 ഉണ്ട്. പിന്നെ EGB 2, പിന്നെ SC 2, OBC 1, അങ്ങനെ മുസ്ലിം 1, അങ്ങനെ പ്രത്യേകം കാറ്റഗറി വെച്ച് ഓരോന്ന് വീതമാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി വരിക 30,000 അല്ലെങ്കിൽ 31,500 ഇടയ്ക്കായിരിക്കും നമുക്ക് കിട്ടുക, സാലറി കിട്ടുക. 30,000 രൂപയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 45 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 1/5/2025 45 വയസ്സ് കഴിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേനും കുറച്ച് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഒന്ന് നമ്മുടെ ഏജ് പ്രൂഫ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ SSLC സർട്ടിഫിക്കറ്റ് ഇല്ലേ അത്. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ വേണം, അത് നമ്മൾ റീസെൻ്റായിട്ട് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ വേണം. അതുപോലെ തന്നെ ID പ്രൂഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കണം. അപ്പം ഇവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ക്വാളിഫിക്കേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തേക്കാം. അതുകൂടാതെ ഇതിൽ നമ്മുടെ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഇതിൻ്റെ ജോബിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് നമ്മൾ ഗൂഗിളിൽ ASWDC എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം വരുന്ന ആ ഓരോ ഓപ്ഷനകത്തുനിന്ന് കരിയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് ജോബിൻ്റെ ആ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയെങ്കിൽ ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ഗൂഗിളിൽ ചെന്നിട്ട് ഇതിന് സെർച്ച് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഈ ജോബിൻ്റെ കാണാൻ പറ്റുന്നതാണ്. സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ വേക്കൻസി, എക്സ്പീരിയൻസ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകണം എന്ന് തൊട്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.